ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കൂലിയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് വന്നു. നമ്മൾ ഗ്രീൻ ഫീൽഡിലുള്ള മൂവി മാക്സ് സിനിമാസിലായിരുന്നു പോയത്. അവിടുത്തെ സ്ക്രീൻ 4-ലായിരുന്നു ഇന്ന് കണ്ടത്. ഞാനും ഇവളും കൂടെയാണ് പോയത്. ആക്ച്വലി ഈ സിനിമയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പം സ്റ്റാർട്ടിങ്ങിലെ ടൈറ്റിൽ കാർഡ് കൊള്ളായിരുന്നു. മീൻസ് രജനീകാന്തിന്റെ നോർമൽ ടൈറ്റിൽ കാർഡ്, അത് കഴിഞ്ഞിട്ട് 50 ഇയേഴ്സ് ഓഫ് രജനീകാന്തിന് വേണ്ടിയിട്ട് ഒരു ആനിമേഷൻ സംഭവം ഉണ്ടായിരുന്നു. അതും അത്യാവശ്യം നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് സിനിമ ഭയങ്കര സ്ലോ പേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഒരു ഹൈ കിട്ടുന്ന ഒരു സ്ഥലം അതിനകത്ത് വേറൊന്നും ഇല്ലായിരുന്നു. ആ ടൈറ്റിൽ കാർഡ് തുടങ്ങി ആ ഇൻട്രോയും ജസ്റ്റ് ഒരു നോർമൽ ഇൻട്രോ ആയിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര സ്ലോ പേസിൽ പൊക്കൊണ്ടിരുന്ന ഒരു സിനിമയാണ്. BGM-നും പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ചെയ്യാനില്ലായിരുന്നു. മോണിക്ക സോങ് ഞാൻ കുറച്ച് എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത്. അതും വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. മീൻസ് എനിക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. ഇവൾക്കും സെയിം തന്നെയായിരുന്നു. അവള് തുടങ്ങിയ സമയം തൊട്ട് അവിടെ ഇരുന്ന് മീൻസ് ലാഗ് അടിച്ചിരിക്കുവായിരുന്നു. പിന്നെ അതിനകത്ത് എനിക്ക് ആകപ്പാടെ കുറച്ചും കൂടി ഒന്ന് ഇഷ്ടപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ബാക്ക് സീൻസിലെ കുറച്ച് മീൻസ് രജനീകാന്തിന്റെ ഒരു വേറൊരു ലുക്ക് കാണിക്കുന്നുണ്ട് CGI വെച്ചിട്ട്. അത് അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. മീൻസ് ഇടയ്ക്ക് 2-3 ഇതിലും പിന്നെ ക്ലൈമാക്സിന് തൊട്ട് മുന്നേയും കുറച്ച് ഇതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അമീർ ഖാൻ വരുന്ന ഒരു സ്ഥലമുണ്ട്. മീൻസ് അതിന്റെ ലൈക്ക് എൻഡ് അടുപ്പിച്ച് വരുന്ന ഒരു ഇത്. പക്ഷെ അതും വന്നിട്ട് അത് തീ കത്തുന്നത് പോലെ വന്നിട്ട് അത് പെട്ടെന്ന് മറ്റേ വെള്ളം ഒഴിച്ച് അണച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് എനിക്ക് ആ എക്സ്പെക്ട് ചെയ്ത ഒരു ഇമ്പാക്ട് അതിൽ നിന്ന് ഉണ്ടായില്ല. അനിരുദ്ധിന്റെ BGM-ഉം കാര്യങ്ങളും എല്ലാം ഒരുമാതിരി ഭയങ്കര സ്ലോ പേസ്. നമ്മള് ഇപ്പം ലാസ്റ്റത്തെ സിനിമ നോക്കുകയാണെങ്കിലും ലിയോയില് ഇപ്പം എനിക്ക് ഇതിനെക്കാട്ടി ഫാർ ഫാർ ബെറ്റർ ആയിട്ട് എനിക്ക് ലിയോ ഇഷ്ടപ്പെട്ടായിരുന്നു. കാര്യം അതിൽ ആ ഒരു ഹൈ തരുന്നുണ്ട്. മീൻസ് ആ ഒരു ഹൈ കിട്ടുമായിരുന്നു. ഈവൻ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നാലും അല്ലെങ്കിൽ അതിന്റെ ആ മേക്കിങ്ങിൽ തന്നെ നമുക്കൊരു ഹൈ കിട്ടി പോകുമായിരുന്നു. ഇത് പക്ഷെ ഒരുമാതിരി ഉറക്കം തൂങ്ങി പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. തിയേറ്ററിലും കുറച്ച് യങ്സ്റ്റേഴ്സ് പിള്ളേരുണ്ടായിരുന്നു. അവര് ഫസ്റ്റ് തിയേറ്ററിൽ വന്നപ്പോഴേ അവർ ആ ഒരു വൈബിലാണ് വന്നത്. പക്ഷെ സിനിമ തുടങ്ങി ആ ഒരു ഫ്ലോയില് എല്ലാരും അങ്ങ് അണഞ്ഞുപോയി. എല്ലാരും ഭയങ്കര ശോകം അടിച്ചാണ് ഇരുന്നത്. അത് അതിനകത്ത് ആർക്കും ഒരു കൈ കിട്ടില്ല. ആ തിയേറ്റർ ഫുള്ള് അണഞ്ഞാണ് ഇരുന്നത്. ആ വന്ന് കയറിയ സമയത്തുണ്ടായിരുന്ന ഒരു വൈബ് ടൈറ്റിൽ കാർഡ് കാണിക്കുന്ന സമയത്തും ആ ഒരു വൈബ് ഉണ്ടായിരുന്നു. അതിനുശേഷം സിനിമ തുടങ്ങിയതിന് ശേഷം എല്ലാവരും അങ്ങ് അണഞ്ഞുപോയി. ഭയങ്കര ബോറിംഗ് ആയിരുന്നു. മീൻസ് എനിക്കത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. ലോകേഷിന്റെ ബാക്കി സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഭയങ്കര ഒരു അണഞ്ഞ ഇതില്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നാഗാർജുനയുടെ സ്വാഗ് ഒക്കെ ഭയങ്കര കിടിലായിരുന്നു. പുള്ളിയുടെ മീൻസ് ആ ഒരു സീൻസ് ഒക്കെ അത്യാവശ്യം നല്ല സീൻസ് ആയിരുന്നു. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് കുറച്ചും കൂടി മീൻസ് രജനീകാന്തിനെക്കാട്ടി എനിക്ക് കുറച്ചും കൂടി പുള്ളിയുടെ ആ ഒരു സംഭവങ്ങൾ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഉള്ള ഒരു സംഭവം, അതിനകത്തൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ലേഡി ക്യാരക്ടർ ഉണ്ട്. അവർ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ശ്രുതി ഹാസനൊക്കെ കണക്കായിരുന്നു. സൗബിനും എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ആ ഒരു സാധനം കിട്ടിയില്ല വേറെ ഒരിടത്തുനിന്ന്. ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല സൗബിന്റെ കയ്യിൽ നിന്നൊക്കെ. നാഗാർജുന അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആ ലേഡി ക്യാരക്ടറിന്റെ മീൻസ് അവർ കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷെ അവരുടെ ആ ഒരു സീൻസ് അത്യാവശ്യം നല്ല സംഭവമായിരുന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് എന്നും പറയാൻ പറ്റൂല. മീൻസ് എന്റെ കേസാണ്, എനിക്ക് ഒരു ആവറേജ് എന്ന് പറയാനും ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയില്ല. ഇപ്പം LCU ആണെന്നൊന്നും നോക്കണ്ട. അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ലോകേഷിന്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലും ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് എക്സ്പെക്ട് ചെയ്ത് പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിരിക്കും. അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ലൈക്ക് ഒരിടത്തും ഒരു ഹൈ തരുന്നില്ല. ഇപ്പം ജയിലറിൽ നോക്കിയാലും ലിയോയിൽ നോക്കിയാലും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ ഒരു സീൻസിനെ എലിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതൊന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു. ഭയങ്കര ഒരു അണഞ്ഞിരിക്കുക, അത് തന്നെ എനിക്ക് പറയാനുള്ളത്. മീൻസ് ഒരു അണഞ്ഞിരുന്ന ഒരു സംഭവം. എന്തോ ഒരു മറ്റേ കത്താൻ പോകുന്ന തീയിലും കൊണ്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അതിനെയും കൂടെ അണച്ചിരുന്ന പോലെയായിരുന്നു പല സ്ഥലങ്ങളിലും എനിക്ക് തോന്നിയത്. ഫൈറ്റ് സീൻസ് ഒക്കെ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. എനിക്ക് അതിലും വലിയ സംഭവങ്ങളൊന്നും കിട്ടിയില്ല. ഇപ്പം വിക്രത്തിലായിരുന്നാലും ലിയോയിലൊക്കെ ഉള്ള ഫൈറ്റ് സീൻസ് ലോകേഷ് മീൻസ് കൊറിയോഗ്രാഫി ചെയ്യുന്നത് കുറച്ചും നല്ല മീൻസ് നമുക്ക് കുറച്ചും കൂടെ എൻഗേജിങ് ആ സീൻസ്. നമുക്ക് കുറച്ചും കൂടി ഒരു അതുപോലെ തന്നെ ഗിരീഷ് ഗംഗാധരന്റെ
ആണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. ആ പുള്ളീനെയൊക്കെ കുറച്ചും കൂടി ഇപ്പം വിക്രത്തിൽ ചെയ്തിരിക്കുന്നതായിരുന്നാലും അതൊക്കെ നോക്കുമ്പോഴും നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു 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 സാധനം ഇല്ല. ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിരുന്നു. സോ അതൊക്കെയാണ് നമ്മുടെ എന്താ കൂലിയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയുടെ ഒപ്പീനിയൻ. ഭയങ്കര ബോറായിരുന്നു, അത്രേ ഉള്ളൂ. അടുത്തിനി വരാൻ പോകുന്ന കൈദിയാണ്. കൈദിക്ക് മുന്നേ അടുത്ത് മറ്റേ ഷോർട്ട് ഫിലിം ഉണ്ട്. ഇതെല്ലാം എൻ്റെ ഒപ്പീനിയൻ ആണ്. മീൻസ് ഞാൻ ആ സിനിമ കണ്ടിട്ട് ഈവൻ ലോകേഷിന്റെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാള് പോയി ലോകേഷിന്റെ ഈ ഒരു സിനിമ കണ്ടിട്ട് ഉള്ള ഒരു ഒപ്പീനിയൻ ആണ്. ചിലപ്പോൾ വേറൊരാൾ കാണുമ്പോഴേക്കും അവർക്ക് ചിലപ്പോൾ ഈ സിനിമ ചിലപ്പോൾ നന്നായിട്ട് കണക്ട് ആവുമായിരിക്കും. സോ ഇത് എൻ്റെ മാത്രം ഒപ്പീനിയൻ, ഇവളുടെ ഒപ്പീനിയൻ ആണ്. സോ ഇത്രേ ഉള്ളൂ.